നാളത്തെ ഫിസിക്സ് ഓണപരീക്ഷയിൽ ഓരോ ചാപ്റ്ററിനും എത്രയാണ് വെയിറ്റേജ് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരികയാണ്. ഓൾസോ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, വൈകുന്നേരം 7 മണിക്കത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നിങ്ങൾ വന്നിരിക്കണം. കാരണം ആ ലൈവിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളായിരിക്കും മക്കളെ നാളത്തെ പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ ആ ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും ആ ലൈവ് എങ്കിലും നിങ്ങൾ കണ്ടിരിക്കുക. ഓൾറെഡി കുറച്ച് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ കുറേ മാർക്ക് നാളത്തെ പരീക്ഷ നിങ്ങൾ വെറുതെ കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ ലൈവിൽ വരണം. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, +1 എക്സാമിനർ ലൈവ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ ഒരു പവർ. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ വെയിറ്റേജിൽ കിടക്കാം. ഈ ചാപ്റ്റർ വെയിറ്റേജ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇത് കണക്കൊന്നും അല്ല. കാരണം ഈ വർഷത്തെ പേപ്പർ നിങ്ങൾക്ക് അറിയാൻ സെറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല ഒഫീഷ്യലി സെറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അസോസിയേഷനോ ആയിരിക്കും. സോ 100% ഇതുപോലെ വരണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ പബ്ലിക് എക്സാമിൻ്റെ ആ ലെവൽ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാനാണ് ചാൻസ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് വിത്ത് ഓപ്ഷനാണ്, ഓപ്ഷനോട് കൺസിഡർ ചെയ്യാനാണ്. വിത്തൗട്ട് ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓപ്ഷനൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 20 മാർക്സ് എന്തായാലും ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, തൽക്കാലം ഈ നമ്പറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. വിത്തൗട്ട് ഓപ്ഷൻ ആണല്ലോ നമ്മുടെ പേപ്പറിൽ ഇങ്ങനെ മുന്നിൽ കിടപ്പുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ചാർജിന് 26 മാർക്സും രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും 16 മാർക്സിലാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ചാപ്റ്റർ ആണ് മുഖ്യം, അത് പഠിച്ചില്ലേ പണി പാളും. ഓക്കെ, തേർഡ് ചാപ്റ്ററിന് 18 മാർക്സിനുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിനാണ് കുറച്ചുകൂടി വെയിറ്റേജ് ഉണ്ട്. വീണ്ടും നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അത് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അത്രയും തന്നെ വെയിറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, പലരും വിചാരിച്ചിരിക്കുന്ന നാലാമത്തെ ചാപ്റ്റർ അല്ലേ കുറച്ചൊക്കെ ചോദിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അല്ല. ഈ ചാപ്റ്റർ അത്യാവശ്യം ഡെറിവേഷൻ ഇന്റൻസീവ് ആണ്. ഈ ചാപ്റ്ററിന് ഏതൊക്കെ ഡെറിവേഷൻ വരാമെന്നുള്ള കാര്യം എൻ്റെ ഡെറിവേഷൻ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാനിട്ടുണ്ട്. അപ്പോൾ അതും പോയി ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ. അപ്പോൾ ഡെറിവേഷൻ എന്തായാലും വരും, അതാണ് ഈ 16 മാർക്ക്. കാരണം പ്രോബ്ലംസ് ഒന്നും ആ ചാപ്റ്ററിൽ കുറേയൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിങ്ങൾ നോക്കിയാൽ അത് വലിയ വെയിറ്റേജ് ഒന്നും ഇല്ല. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആയതുകൊണ്ട് ഭയങ്കര വലിയ വെയിറ്റേജ് ഒന്നും കൊടുത്തില്ല. അതിനേക്കാളും വെയിറ്റേജ് ഉണ്ട് തേർഡ് ചാപ്റ്ററിന്. ഓക്കെ, പക്ഷേ എല്ലാത്തിനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് എല്ലാ രീതിയിലും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 26 മാർക്കിന് നാളത്തെ പേപ്പറിൽ ഈ ചാപ്റ്ററിന് ചോദ്യം വന്നിരിക്കണമെങ്കിൽ അല്ലെ വരുമെങ്കിൽ അതിലെന്തായാലും മക്കളെ നല്ലൊരു കോൺട്രിബ്യൂഷൻ, ഒരു 15 മാർക്കിനോളം എങ്കിലും ഡെറിവേഷൻസ് തന്നെയായിരിക്കും. ആ ഡെറിവേഷൻസിൽ എന്തായാലും ഗോസസ് ലോൻ്റെ 3 ആപ്ലിക്കേഷനിലല്ലേ, അതിൽ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ചോദിച്ചിരിക്കും. മറ്റൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിസ് അല്ലെങ്കിൽ ഇക്വട്ടോറിയൽ പ്ലെയിൻ എന്തായാലും ചോദിച്ചിരിക്കും. അല്ലാണ്ട് എങ്ങനെയാണ് അവർ 26 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? പ്രോബ്ലംസ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുമോ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ ആ ഡെറിവേഷൻസ് പഠിച്ചു പോവുക. ഇന്നത്തെ ലൈവിൽ നിങ്ങൾ വരിക, എക്സ്ട്രാ ചോദ്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ നിങ്ങൾ 4th ചാപ്റ്റർ പഠിക്കാതെ ഇത് രണ്ടും മാത്രം പഠിച്ചുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് എല്ലാം തന്നെ ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഒരേപോലെ കാണാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ആരും പഠിക്കുക. ഇനി നിങ്ങൾക്ക് അത് ഇങ്ങനെയാ സാർ എവിടുന്ന് പഠിക്കേണ്ടതൊന്നും അറിയില്ലെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, വൈകുന്നേരം ലൈവിൽ കയറി വരിക. ആ ലൈവിൽ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരിക, എങ്ങനെ വരും, എങ്ങനെ ഉത്തരം കൊടുക്കണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരാം. പിന്നെ മോർണിംഗ് ബൂസ്റ്ററിൽ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റൻസും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടതില്ല. നാളത്തെ പരീക്ഷ സെറ്റാണ് മക്കളെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് എങ്കിലും ഇട്ടിട്ട് നിങ്ങൾ പോവുക. അത്രേ പറയാനുള്ളൂ. നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.